കോഴിക്കോട് DMO ഓഫീസിൽ ഒരേ സമയം 2 DMOമാർ എന്നതാണ്. സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞു കൊടുക്കുന്നില്ല നിലവിലെ DMO എന്നുള്ളതാണ് സാഹചര്യം. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, ഈ സ്ഥലം മാറ്റത്തിൽ കോഴിക്കോട് DMO സ്റ്റേ വാങ്ങിയിരുന്നു എന്നതാണ്, പിന്നീട് സ്റ്റേ നീക്കി എന്നതാണോ? അപ്പോഴാണോ സ്ഥാനം ഏറ്റെടുക്കാനായി ഡോക്ടർ ആശാദേവി എത്തിയത്? അനുജ, അത്യപൂർവ സംഭവത്തിനാണ് കോഴിക്കോട് DMO ഓഫീസ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരേ സമയത്ത് 2 DMOമാരാണ് DMOയുടെ ക്യാബിനിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് നിലവിലെ DMO ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്രനാണ്. രാജേന്ദ്രനെതിരായിട്ടുള്ള വിധിയുണ്ട് എന്നുള്ള കാര്യമാണ് ഡോക്ടർ ആശാ ദേവി പറയുന്നത്. അതായത് ഈ ഡോക്ടർ രാജേന്ദ്രന് ഇവിടുന്ന് സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ താൻ സ്റ്റേ വാങ്ങിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തനിക്ക് ഇവിടുന്ന് മാറിപ്പോകേണ്ടതില്ല എന്നാണ് ഡോക്ടർ രാജേന്ദ്രൻ പറയുന്നത്. അതേസമയം തന്നെ ആശാദേവി പറയുന്നു ആ ഒരു ഉത്തരവിനെതിരെ തൻ്റെ കൈവശം അതിനുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോവുകയും അതിൽ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താനാണ് ഇവിടെ DMO ആയിട്ട് ചാർജ് എടുക്കേണ്ടത്, അതിനാണ് ഇന്ന് വന്നത് എന്ന കാര്യം അവരും പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് തർക്കം. ഇപ്പോൾ വളരെ സമയം സാധാരണ 5 മണിയോട് കൂടി നമ്മൾ DMOയുടെ ഓഫീസൊക്കെ അടച്ചു പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ 6:30 ആകുന്നു. ഈ വേളയിൽ പോലും DMOയുടെ ഓഫീസ് അടച്ചിട്ടില്ല. അല്പസമയം മുമ്പാണ് ഇപ്പോൾ നിലവിലെ DMO രാജേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹത്തോട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നത് തനിക്ക് അനുകൂലമായിട്ട് ട്രിബ്യൂണലിൻ്റെ വിധിയുണ്ട്, അതുകൊണ്ട് തന്നെ താൻ ഒഴിഞ്ഞു പോകില്ല. അനുകൂലമായ ഈ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താൻ DMO ആയിട്ട് തുടരുമെന്നും ആശാദേവിക്ക് മാറിക്കൊടുക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ അത്യപൂർവമായിട്ടുള്ള സംഭവങ്ങൾക്കാണ് കോഴിക്കോട് DMO ഓഫീസ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം അവിടെ നിന്ന് പോയി, പക്ഷേ അങ്ങോട്ടേക്ക് തന്നെ അടുത്ത ദിവസം മടങ്ങിയെത്തുമെന്നുള്ളതാണോ പറഞ്ഞത് സമീർ? തീർച്ചയായും അദ്ദേഹത്തിന് ഇവിടുന്ന് ഒരു സ്ഥാനമാറ്റം ഉണ്ടായതായി അദ്ദേഹം അംഗീകരിക്കുന്നില്ല. തനിക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ട്, അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് തന്നെയാണ് താൻ മുന്നോട്ട് പോകുന്നത്. അനുകൂലമായ വിധിയുള്ള സാഹചര്യത്തിൽ ഇവിടുന്ന് മാറിപ്പോകേണ്ടതില്ല. ഇന്നത്തെ ജോലി കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുന്നു എന്ന് മാത്രമാണ്. നാളെ ഇതേ വിധത്തിൽ തന്നെ അദ്ദേഹം തൊഴിലിന് ഇവിടേക്ക് എത്തും എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ആശാദേവിയും ഇതേ കാര്യങ്ങളാണ് പറയുന്നത്. തനിക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ട്, അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ കോഴിക്കോട് ഇപ്പോൾ ഒരേ സമയം 2 DMOമാർ എന്നുള്ള അപൂർവ സാഹചര്യം. ഒരു DMO നിലവിലെ DMOയ്ക്ക് സ്ഥലം മാറ്റം, എന്നാൽ അതിൽ തനിക്ക് സ്റ്റേ ഉണ്ട് എന്ന് ഡോക്ടർ രാജേന്ദ്രൻ പറയുന്നു. എന്നാൽ ആ സ്റ്റേ ഉത്തരവ് മാറിയിട്ടുണ്ട് എന്നത് ഡോക്ടർ ആശാദേവി, സ്ഥലം മാറ്റം വാങ്ങിയെത്തിയ ഡോക്ടർ ആശാദേവി പറയുന്നു. നിലവിൽ 2 DMOമാർ എന്നുള്ള അപൂർവ സാഹചര്യം. ഇടവേള.